ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ അന്ത്യകാലത്തെക്കുറിച്ച് കേട്ടിട്ട് അതിനു വേണ്ടി ഒരുങ്ങാനായിട്ട് തുടങ്ങുകയാണ്. ഞാൻ നിങ്ങളോട് പങ്കുവെച്ചു ഈ കാര്യങ്ങളൊക്കെ ഫാത്തിമയിലെ പ്രത്യക്ഷീകരണത്തിന് 400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പല സ്ഥലങ്ങളിലും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പുറത്തേക്ക് പറയണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് ആ വിശുദ്ധരോടൊക്കെ അത് അവരുടെ കാലത്തിൽ സംഭവിക്കാനുള്ളതല്ല. ഇതിപ്പോൾ കാലം അടുത്ത് തുടങ്ങിയെന്ന് ആരും പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. കാലത്തിൻ്റെ പോക്ക് അത്ര നല്ലതല്ല എന്ന്. ഈ അവസാന കാലത്തിനെ കുറിച്ച് വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് എന്നോട് വിളിച്ച് ചോദിച്ചു, ലോകം അവസാനിക്കുമോ ചേച്ചി? പ്രിയ സഹോദരങ്ങളെ, ലോകം എന്തായാലും സൃഷ്ടിച്ചവൻ അത് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ സൃഷ്ടാവിനറിയാം അതെന്താണ് ചെയ്യേണ്ടതെന്ന്. അത് അവസാനിക്കാതിരിക്കില്ലല്ലോ. പിന്നെ നിത്യമായിട്ട് പിതാവിനോട് കൂടെ വസിക്കുന്ന ഒരു ലോകത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കാനാണ് പിതാവ് ഇതുപോലെയുള്ള സന്ദേശങ്ങളും വാണിങ്ങുകളൊക്കെ നൽകുന്നത്. പിതാവിൻ്റെ ഇഷ്ടം ആദ്യത്തെ പറുദീസ പോലെ മനുഷ്യർ നല്ല എളിമയോടും സ്നേഹത്തോടും വിനയത്തോടും കൂടെ പരസ്പരം സ്നേഹിച്ച് പിതാവിൻ്റെ കൂടെ വാഴണം എന്നതായിരുന്നു പിതാവിനെ നമ്മളെ സൃഷ്ടിക്കുമ്പോഴത്തെ ഉദ്ദേശം. അത് മുഴുവൻ താറുമാറായതും ബൈബിളിൽ കൂടെ നമുക്കറിയാം. പിതാവിനെ ഇപ്പോൾ നമ്മെ വീണ്ടും ചേർത്ത് ഒന്നിച്ച് വസിക്കണം. അതായത് ഒരു സ്വർഗീയ ജെറുസലേം അനന്തമായിട്ട് കിടക്കുന്നത് പോലെ ദൈവവും മനുഷ്യനും ആദിമ പറുദീസയിൽ വസിച്ച പോലെ വസിക്കണം. അതിനു വേണ്ടി തൻ്റെ മക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ പിഴച്ചു പോയാൽ ഞാൻ ഇങ്ങനെ ശിക്ഷിക്കും എന്നുള്ള വാണിങ്ങുകൾ അത് ഇപ്പം മാത്രമല്ല, ഇസ്രായേലിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം. ഓരോ പ്രാവശ്യവും അന്യദൈവ ആരാധനകളിലേക്ക് പോകുമ്പോൾ കർത്താവ് ശിക്ഷിക്കുന്നുണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട്. അതുപോലെ തന്നെ ഈ ലോകം ദൈവമാണ് സൃഷ്ടിച്ചതെങ്കിൽ ദൈവത്തിന് അവസാനിപ്പിച്ച് നല്ലൊരു ലോകത്തിലേക്ക് ആക്കണമെന്ന് തോന്നിയാൽ അത് സംഭവിക്കും. നമ്മളിപ്പോൾ ശ്രദ്ധ കൊടുക്കേണ്ടത് ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമോ, ഭൂമി കുലുങ്ങോ, അന്ധകാരം വരുമോ, എല്ലാം സംഭവിക്കും. എല്ലാ അർത്ഥത്തിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. അതുകൊണ്ടാണല്ലോ മാതാവ് ഇങ്ങനെ ഓടി നടന്ന് പറഞ്ഞിട്ടുള്ളത്. മാതാവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട്, ഇനിയും സംഭവിക്കും. മാതാവ് വന്ന് ഇതുവരെ നുണ പറഞ്ഞതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. നമുക്ക് മനസ്സിലായി, നമുക്ക് അങ്ങനെ ചിന്തിക്കാനേ പറ്റില്ല. മാതാവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കുട്ടികൾക്കാണ് എല്ലാം കൊടുത്തിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ഒരു ആധികാരികത വരാൻ കുറേ സമയമെടുത്തു എന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഏകദേശം എല്ലാം കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാതാവ് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ സംഭവിക്കും. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഈ ലോകം അവസാന കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? പ്രിയ കൂട്ടുകാരെ, ദൈവമായ കർത്താവിനോടുള്ള നിഷേധം, എതിർപ്പ്, അഹന്ത, ഇതാണ് മനുഷ്യരെ ശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത്. സൃഷ്ടാവായ ദൈവത്തോട് മറുതലിച്ച് അവനേക്കാൾ അറിവുണ്ട്, അവനേക്കാൾ വലിയവനാണ്, എനിക്കാണ് എല്ലാം അറിയുക, ഞാൻ ഇങ്ങനെ പോകൂ, ഞാൻ പറയുന്നതാണ് ശരി, ഞങ്ങൾ കാളക്കുട്ടികളെ ആരാധിക്കും, അതല്ലെങ്കിൽ ഞങ്ങൾ അഹങ്കരിച്ച് നടക്കും, ഇങ്ങനെ ദൈവനിഷേധം വർദ്ധിച്ചതാണ് ഈ ലോകത്തിൻ്റെ ശാപം. അതായത് യഥാർത്ഥമായിട്ടുള്ള സ്നേഹം മനുഷ്യരുടെ ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞു. അത് ഞാൻ പറയാതെ തന്നെ, മറ്റൊന്നും പറയാതെ തന്നെ ഈ ലോകത്തിലേക്കൊന്ന് ശാന്തമായിട്ട് നോക്കിയാൽ, കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ നോക്കിയാൽ അറിയാം, സ്നേഹം എന്ന് പറയുന്നത് ഇന്ന് ഈ ലോകത്തില്ല. പരസ്പരം വഞ്ചിക്കണം, എനിക്ക് വലിയതാവണം, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തണം, എങ്ങനെയെങ്കിലും ഫേമസ് ആവണം, 4 ആളറിയണം, എൻ്റെ പൈസ കുന്നുകൂട്ടണം, അതല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് ഞാൻ വലിയതാവണം. ഇങ്ങനെയുള്ള ചിന്ത മൂലം മനുഷ്യർ എന്താണ് ചെയ്തു കൂട്ടുന്നത് എന്ന് മനുഷ്യർക്ക് പോലും അറിയുന്നില്ല. അതുകൊണ്ടാണ് ഇത്രമാത്രം വൈകൃതമായിട്ടുള്ള കാര്യങ്ങൾ, കുറ്റകൃത്യങ്ങളൊക്കെ ഈ ലോകത്ത് വരുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, 1000 വർഷത്തേക്ക് സാത്താൻ
ഡ്വെല്ലിംഗ് ആണ്. അവൻ മനുഷ്യരിൽ ആവസിച്ചിട്ട് മനുഷ്യരെ കൊണ്ട് പലതും ചെയ്യിക്കും. അവനെ ആവസിച്ചിട്ടുണ്ടോ എന്ന് ആവസിക്കുന്നവർക്ക് പോലും അറിയില്ല. കാരണം അവരുടെ ചെറിയ ഒരു അഹങ്കാരം മതി ഈ പിശാച് അവരിൽ ആവസിക്കാൻ. പിന്നെ ചെയ്യുന്നത് മുഴുവൻ പിശാചാണ്. പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് ആവസിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ആരായി മാറി? അതുപോലെ തന്നെ പിശാച് മനുഷ്യരിൽ ആവസിക്കുമ്പോൾ അവൻ പിശാചായി മാറും. അങ്ങനെ വരുമ്പോൾ എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത്, ആ ഒരു ബോധ്യം മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് പോയി. അതുകൊണ്ടാണല്ലോ റോഡുകളിൽ യാത്ര ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ അവരവരുടെ കാര്യം നടക്കാനായിട്ട് ഒരു റോഡിൽ പോകണമെങ്കിൽ ഒരു മിനിറ്റ് പോലും വണ്ടി ഒന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കാൻ ഇന്ന് മനുഷ്യർക്ക് പറ്റുന്നില്ല. എൻ്റെ കാര്യം നടക്കണം. പ്രിയ കൂട്ടുകാരെ, ഈശോ പറയാണ് ഈ അവസാന കാലത്ത് നമ്മൾ എന്താണ്, എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? ഒരുക്കം മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ശരിയാക്കിയെടുക്കലല്ല ഒരുക്കം. മറ്റുള്ളവരുടെ കുറവുകൾ ശരിയാക്കിയെടുക്കാനൊന്നും ഈശോ ആരോടും പറഞ്ഞിട്ടില്ല. ഈശോ പറയുന്നു, അവസാന കാലത്തേക്കുള്ള ഒരുക്കം നിന്നിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്, എന്നിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. ഞാൻ ശരിയായാൽ ലോകം ശരിയാകും. കർത്താവ് പറയുന്നു, സ്നേഹമില്ലാത്തതാണ് ഇന്നത്തെ ശാപം. പൗലോസ് കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അങ്ങനെയല്ലേ പറയണേ, നീ എന്തൊക്കെ വലിയ ദർശനങ്ങൾ കണ്ടാലും, നീ എന്തൊക്കെ വചനം വ്യാഖ്യാനിച്ചാലും, നീ എന്തൊക്കെ അത്ഭുതങ്ങൾ ചെയ്താലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. സ്നേഹമില്ലാത്ത പരിശുദ്ധ കുർബാനകൾ, പരിശുദ്ധ ജപമാലകൾ, വചനപ്രഘോഷണങ്ങൾ ഒന്നും അവിടെ നിത്യതയിലെ പുസ്തകത്തിൽ എഴുതി ചേർത്തിട്ടുണ്ടാവില്ല. പ്രിയ കൂട്ടുകാരെ, കർത്താവ് എന്നോട് പറയുന്നൊരു കാര്യം, ആദ്യം അവസാന കാലത്തിൻ്റെ അന്ത്യകാലത്തിൻ്റെ ഒരുക്കം നമ്മളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. എളിമ, വിനയം, സ്നേഹം, പരസ്പരം കുറ്റപ്പെടുത്താതെ, വഞ്ചിക്കാതെ, മനുഷ്യരുടെ കണ്ണുനീര് വീഴ്ത്താതെ, നമ്മുടെ ഉള്ളിലൊരു ബോധ്യം ഉണ്ടാവേണ്ടത്, ഒരേ ഒരു ബോധ്യമാണ് ഉണ്ടാവേണ്ടത്. പിതാവായ ദൈവത്തിനോട് മനുഷ്യർ മറുതലിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവ് അതാണ് പറയുന്നത്. പല സ്ഥലങ്ങളിലും സന്ദേശങ്ങളും പല ദൈവദാസികൾക്കും ദാസന്മാർക്കും കൊടുത്തിട്ടുള്ളത്, മനുഷ്യൻ പിതാവിനോട് മറുതലിച്ച് അതിൻ്റെ മാക്സിമത്തിലേക്ക് എത്തി. അഹങ്കാരം മനുഷ്യരുടെ മനസ്സിൽ നിറഞ്ഞു കഴിഞ്ഞു. ഒരാളെ അംഗീകരിക്കാൻ പറ്റില്ല, ദൈവത്തെ പോലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇതാണ്, പിശാച് 1000 വർഷത്തേക്ക് തുറന്നിട്ടിരിക്കുമ്പോൾ അവൻ എല്ലാവരിലും വന്ന് കയറുകയാണ്. അവൻ്റെ ഒറ്റ ജോലി ദൈവത്തെ നിഷേധിക്കുക, ദൈവത്തെ നിന്ദിക്കുക, മനുഷ്യരെ കൊണ്ട് ദൈവത്തെ നിന്ദിപ്പിക്കുക. അതാണ് അവന് സന്തോഷം. കാരണം എഫ്രായിം, നീ എൻ്റെ വത്സലപുത്രനല്ലേ, പൊന്നോമന കുട്ടനെന്ന് പിതാവ് നമ്മെ നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടിയും ദൈവത്തിന് അത്രയ്ക്ക് അമൂല്യമാണ്. ഒരു സൃഷ്ടി പോലും ദൈവത്തിന് വിലയില്ലാത്തതില്ല. ഈ സൃഷ്ടികളെ കൊണ്ട് തന്നെ ദൈവത്തെ നിന്ദിപ്പിക്കുക, അങ്ങനെയാണ് അവൻ ഈ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിയാനുള്ള വിവേകവും ജ്ഞാനവും വിശുദ്ധിയും എളിമയും നമുക്കുണ്ടാകണം. അപ്പോൾ അന്ത്യകാലത്തിലേക്ക് ആദ്യം ഒരുങ്ങേണ്ടത് നമ്മൾ തന്നെ ശരിയായാൽ മതി. നമ്മുടെ തന്നെ കുറവുകൾ നമ്മളൊന്ന് മാറ്റി നിർത്തി, നമ്മുടെ കുറവുകൾ, പാപങ്ങൾ കണ്ടുപിടിച്ച് കർത്താവെ മാപ്പാക്കണമേ, കരുണ കാണിക്കണമേ, അങ്ങനെ ചെയ്യാനാണ് ആദ്യത്തെ ഒരുക്കം പറഞ്ഞിരിക്കുന്നത്. ഇന്ന് മുതൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പുസ്തകമെടുത്ത് നോട്ട് ചെയ്ത് വെച്ചാൽ, ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ പിന്നെ ആലസ്യേച്ചി ഈ പുസ്തകം എവിടെ നിന്നാണ് കിട്ടുക, ഇത് ഈ പ്രാർത്ഥന എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ പേഴ്സണലായിട്ട് പറയാനുള്ള ആരോഗ്യം എനിക്കില്ല. അതുകൊണ്ടാണ് ഞാനിത് ഇത്ര വ്യക്തമായിട്ട് പറയുന്നത്. കാരണം നമ്മൾ ഈ ടോക്ക് കേട്ടാലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മറക്കും, ഇത് ഏത് പുസ്തകത്തിൽ നിന്നാണാവോ എന്ന്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈശോ തന്ന ഈ സന്ദേശം എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ ഈ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുക. ഈശോ പറഞ്ഞ 1 by 1 ആയിട്ടുള്ള കാര്യങ്ങൾ
ഇത് നമുക്കൊരു കാലത്ത് പ്രയോജനപ്പെടും. എവിടെയൊക്കെയാണ്, ഏത് പുസ്തകങ്ങളിലൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇത് കാണുമ്പോൾ ഒരു പുസ്തകം എടുത്ത് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ന് മുതൽ ഈശോ നമ്മോട് എങ്ങനെയാണ് അന്ത്യകാലത്തേക്ക് ഒരുങ്ങാൻ പറയുന്നത്. പ്രിയ കൂട്ടുകാരെ, ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും, ഭൂമി കുലുങ്ങും, അന്ധകാരം വരും. ഇതിങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് വെറുതെ പറഞ്ഞിരുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ല എന്നാണ് ഈശോ പറയുന്നത്. പ്രയോജനം ഉണ്ടാകണമെങ്കിൽ നിൻ്റെ ജീവിതം നീ മാറ്റണം, മാനസാന്തരപ്പെടണം, എളിമപ്പെടണം, പരിഹാരം ചെയ്യണം. മാപ്പാക്കണമേ സ്വർഗപിതാവേ, മാപ്പാക്കണമേ, ഈ ലോകത്തോട് കരുണ കാണിക്കണമേ, മാപ്പാക്കണമേ എന്ന് 24 hours നമ്മുടെ മനസ്സിലുണ്ടാകണം. മനുഷ്യൻ ദൈവത്തെ നിന്ദിക്കുന്നു, മനുഷ്യൻ ദൈവത്തെ വേദനിപ്പിക്കുന്നു. ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ വേദനിപ്പിക്കാതിരിക്കാൻ, ദൈവത്തെ വേദനിപ്പിച്ചവരെ നോക്കി കർത്താവെ അവർക്ക് ജ്ഞാനം കൊടുക്കണമേ, അവരോട് കരുണ കാണിക്കണമേ എന്ന് പറയാനായിട്ട്. അപ്പോൾ ആദ്യത്തെ ഒരുക്കം നമ്മളിൽ എളിമ വരണം, നമ്മളിൽ സ്നേഹം നിറയണം. പരസ്പരം സ്നേഹിക്കാതെ ഒരു ഒരുക്കവും ശാശ്വതമല്ല. കുറേ പ്രഘോഷണങ്ങളും കുറേ പ്ലാൻ ആൻഡ് പ്രോജക്ട്സുകളും ഒക്കെ നിർത്തി അന്ത്യകാലത്തേക്കുള്ള ഒരുക്കം എന്ന് പറഞ്ഞിട്ടുള്ള ഒരുക്കമൊന്നുമല്ല ഈശോ ആഗ്രഹിക്കുന്നത്. ഈശോ പറയാണ്, നീ നിൻ്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്ക്. നീ ഒരു അൽമായനാണെങ്കിൽ നിൻ്റെ കുടുംബജീവിതത്തിൽ നീ ചെയ്യേണ്ട കാര്യം, നീ ഒരു സമർപ്പിതനാണെങ്കിൽ നിനക്ക് എവിടേക്കാണ് വഴി തെറ്റിയത്, സ്നേഹത്തിന് വിരുദ്ധമായിട്ട് നീ ഏതൊക്കെ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. പ്രിയ കൂട്ടുകാരാ, പ്രിയ കൂട്ടുകാരി, നമ്മൾ തന്നെയാണ് ദൈവത്തെ വേദനിപ്പിച്ചിട്ടുള്ളത്. സ്നേഹത്തിന് വിരുദ്ധമായിട്ടുള്ള ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ നമ്മൾ തന്നെയാണ് ദൈവത്തെ വേദനിപ്പിച്ചിട്ടുള്ളത്. ലോകത്ത് ഈ അനർത്ഥങ്ങൾ വരാൻ പോകുന്നത് മറ്റുള്ളവരുടെ പാപം മൂല, അവരുടെ പ്രശ്നം മൂല എന്നൊരിക്കലും പറയരുത്. നമ്മുടെ പ്രശ്നം കൊണ്ടാണ്. നമ്മൾ നന്നായ ലോകം നന്നാവും. അങ്ങനെ ഓരോരുത്തരും സ്നേഹത്തിൽ നിറഞ്ഞാൽ കർത്താവ് ആഗ്രഹിച്ച രാജ്യം വരും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ആദ്യം പരസ്പരം സ്നേഹിക്കാൻ പഠിക്കുക, ആദ്യം എളിമപ്പെട്, അഹങ്കാരം വെടിയെ, ഞാനാണ് ശരി, ഞാൻ മാത്രമാണ് ശരി, ഞാൻ പറയുന്നതാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ബോധ്യമേ വേണ്ട. കൽപ്പനകൾ പാലിക്കണം. പരിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടെ ഉൾക്കൊള്ളണം. അതിന്ന് വരെ ആർക്കും പറ്റിയിട്ടില്ല. ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ഈശോയുടെ പരിഹാര ബലി അർപ്പിക്കാൻ എനിക്കിന്ന് വരെ പറ്റിയിട്ടില്ല. ഞാനൊരു പാപിയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഇന്ന് വരെ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതിന് ശ്രമിക്കുക. നമ്മൾ മറ്റുള്ളവരുടെ കുറവുകളൊക്കെ നോക്കിയിരിക്കാതെ അന്ത്യകാലത്തേക്ക് വേണ്ട ഏറ്റവും ആദ്യത്തെ ഒരുക്കം പരിശുദ്ധ കുർബാന എന്ന ബലി യോഗ്യതയോടെ ഉൾക്കൊള്ളുക എന്നതാണ്. നിങ്ങൾ ഇന്ന് ഡയറിയിൽ എഴുതി വെച്ചോ. ഈശോ പറയുന്നു, അന്ത്യകാലത്തേക്കുള്ള ഒരുക്കം പ്ലാൻ ആൻഡ് പ്രോജക്റ്റുകൾ ഉണ്ടാക്കലല്ല, കുറേ കാര്യങ്ങൾ നിങ്ങളെ സംഘടിപ്പിക്കുന്നതിലല്ല. നമ്മൾ പരിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടെ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. അതിന് നമുക്ക് സ്നേഹം വേണം, പരിഹാര മനോഭാവം വേണം. ഞാൻ തെറ്റ് ചെയ്തു പോയി എന്നൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ പറയുന്നതാണ് ശരി എന്ന് വന്നാൽ അത് അഹങ്കാരമാണ്, പിശാചിൻ്റെ ഏറ്റവും വലിയ ആയുധമാണ്. ഈ അഹങ്കാരമുള്ള ആയുധവും വെച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ വീണ്ടും യൂദാസ്മാരായി മാറും, യൂദാസ്കറിയാത്തകളായി മാറും. യോഗ്യതയില്ലാതെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ അവൻ ചെയ്യാനുള്ള ദുഷ്ടതയ്ക്ക് ശക്തി പ്രാപിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അന്ത്യകാലത്തേക്കുള്ള ഏറ്റവും ആദ്യത്തെ ഒരുക്കം ഇന്ന് ഡയറിയിൽ എഴുതി വെക്കണേ, പരിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടെ ഉൾക്കൊള്ളുക എന്നതാണ്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പരിശുദ്ധ കുർബാന കഴിഞ്ഞാലാണ് അടുത്ത യോഗ്യത, അടുത്ത ഒരുക്കങ്ങൾ. ഈ പരിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടെ ഉൾക്കൊള്ളാനാണ് പരിശുദ്ധ അമ്മ പല സ്ഥലത്തും പ്രത്യക്ഷപ്പെട്ട് നമ്മോട് പല കാര്യങ്ങളും പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത് 2-3 കാര്യങ്ങളാണ്. നമ്മൾ ഇന്ന് മുതൽ
എന്തൊക്കെ പ്രാർത്ഥനകളും നമ്മുടെ സഹനങ്ങളുണ്ടോ അതെല്ലാം ഈ നിയോഗത്തോട് കൂടിയായിരിക്കണം. ഇന്നു മുതൽ ഇനി ലോകാവസാനം വരെ ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് ഈശോ പറഞ്ഞിരിക്കുന്നത് അതല്ലേ, നിൻ്റെ അനുദിന ജീവിതത്തിലെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വാ. കുരിശുകൾ മാറിപ്പോണേ എന്ന് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞേക്കണേ. നിനക്ക് ഞാൻ കുരിശ് തന്നിട്ടുണ്ട്. ആ കുരിശ് നിൻ്റെയും ലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരമാണ്. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം, ആദ്യത്തെ കാര്യം എഴുതി വെച്ചോ, പരിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടെ ഉൾക്കൊള്ളണം. സ്നേഹം വേണം, അഹങ്കാരം പാടില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടണം. നമ്മൾ ദൈവത്തിനേക്കാളും വലിയ ആളൊന്നല്ല. ദൈവമേ മാപ്പാക്കണേ, എനിക്കും ലോകത്തിനും തെറ്റിപ്പോയി കർത്താവേ, നിന്നെ വേദനിപ്പിച്ചു, ഇനിയുള്ള കാലം പരിഹാരം ചെയ്ത് മാപ്പാക്കണേ, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇതാണ് മനസ്സിലുണ്ടാകേണ്ട ബോധ്യം. എളിമ മനുഷ്യൻ്റെ മനസ്സിലേക്ക് വരണം. അതാണ് ആദ്യത്തെ ഒരുക്കം. രണ്ടാമത്തെ ഒരുക്കമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഈ ഓരോ പാപങ്ങൾക്കും പരിഹാരം ചെയ്യണം. നമ്മൾ പരിഹാര മനോഭാവത്തോടു കൂടെ വേണം ഇനിയുള്ള ജീവിതം എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ അനുദിന ജീവിതത്തിലെ കുരിശുകൾ, ഭർത്താവിൽ നിന്നോ ഭാര്യയിൽ നിന്നോ മക്കളിൽ നിന്നോ കുടുംബക്കാരിൽ നിന്നൊക്കെ കിട്ടുന്ന വേദനകൾ അപ്പം തന്നെ അവരെ തകർത്ത് അപ്പം തന്നെ അവരെ എതിർപ്പ് പറഞ്ഞ് ഞാനാണ് ശരി എന്ന് പറയാതെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന വേദനകൾ സഹിച്ചിട്ട് അത് ലോകത്തിൻ്റെ പാപത്തിനും നമ്മുടെ പാപത്തിനും പരിഹാരമായി കാഴ്ചവെക്കണം. ഇതാണ് രണ്ടാമത്തെ ഒരുക്കം. വിശുദ്ധ അൽഫോൻസമ്മയും എവുപ്രാസ്യമ്മയും വിശുദ്ധരൊക്കെ കാണിച്ചു തന്നിട്ടുള്ള മാതൃക അതാണ്. അവരെ ആരും തിരുത്താൻ നടന്നിട്ടില്ല. അവർക്ക് കിട്ടിയിട്ടുള്ള വേദനകളൊക്കെ അവർ പാപപരിഹാരമായിട്ട് കാഴ്ചവെക്കുകയായിരുന്നു. ഈശോയുടെ അതിവിശുദ്ധമായ സഹനത്തോട് ചേർത്ത് വേണം ഇത് കാഴ്ചവെക്കാൻ. ഇതൊക്കെ ഓരോ പുസ്തകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കണം. രണ്ടാമത്തെ, നമ്മുടെ അനുദിന ജീവിതത്തിലെ സഹനങ്ങൾ നമ്മുടെയും ലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരമായും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടിയും സമർപ്പിത മക്കൾക്ക് വേണ്ടിയും കാഴ്ചവെക്കണം. ഇതാണ് രണ്ടാമത്തെ ഒരുക്കം. ഒരുക്കം മറ്റുള്ളവരെയല്ല ഒരുക്കണ്ടേ, നമ്മളാണ് ഒരുങ്ങേണ്ടത്, നമ്മളാണ് മാറേണ്ടത്. പ്രിയ കൂട്ടുകാരെ, ഇനി മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പറയുന്നത്, ഇനി മുതൽ നോമ്പ് വരും. ഓരോരോ പ്രാർത്ഥനകൾ, ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. നമ്മൾ എന്ത് ചെയ്യുന്നോ എല്ലാം ഈ ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ടും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും ഈ നിയോഗങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കണം. ഓരോ കാലഘട്ടത്തിലും നമുക്ക് ഓരോ ഒരുക്കങ്ങളുണ്ട്. പന്തോസ്മിനാളുടെ പെരുന്നാൾ വരുമ്പോൾ അതിനൊരുങ്ങും. ആ ഒരുക്കവും പാപപരിഹാരമായിട്ട്. ഔസേപ്പിതാവിൻ്റെ വണക്കമാസം വരുമ്പോൾ അതൊരുങ്ങും. നോമ്പ് വരുമ്പോൾ ഒരുങ്ങും. ഇതെല്ലാം ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട്. ചുരുക്കി പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഒരു കാര്യം ഉറപ്പിച്ചു വയ്ക്കണം. മനുഷ്യൻ ദൈവത്തെ വേദനിപ്പിക്കുന്നു, മനുഷ്യൻ ദൈവത്തോട് മറുതലിക്കുന്നു, പാപങ്ങൾ കുന്നുകൂടുന്നു. കർത്താവെ മാപ്പാക്കണമേ. എൻ്റെ ഈ സഹനം അതിനു വേണ്ടി കാഴ്ചവെക്കുന്നു, എൻ്റെ ഈ വേദന അതിനു വേണ്ടി കാഴ്ചവെക്കുന്നു. ദൈവമേ, നിനക്ക് ആശ്വാസത്തിനായിട്ട്, മനുഷ്യരുടെ മാനസാന്തരത്തിന് വേണ്ടി. ഈ ഒരു ബോധ്യമാണ് ഏറ്റവും വലിയ ഒരുക്കം. ഞാൻ ഇന്ന് 3 കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലോ. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്, പണ്ടൊരിക്കൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു, എനിക്കൊരു പ്രാർത്ഥന എൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടിയെന്ന്. അത് കിട്ടിയപ്പോൾ അതാരോ അടിച്ചിട്ടുള്ള പ്രാർത്ഥനയായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ ഈ പ്രാർത്ഥന എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഈശോ പറഞ്ഞു, ഇതാണ് ഈ ലോകത്തിൽ അവസാന കാലത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അത് വിചാരിച്ചിട്ട് ആലിസേച്ചി ഈ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കേണ്ടത് പറഞ്ഞു. സ്വർഗസ്ഥനായ പിതാവ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇനി കമൻസ് ഇടാതിരുന്ന നന്നായി. ആലിസേച്ചി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടെ കേട്ടിട്ട് വേണം അതിനെക്കുറിച്ച് മറുപടി പറയാൻ. പിന്നെ ആലിസേച്ചി അത് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മനുഷ്യർ കുറേ ആളുകൾ കാണും എന്താണ് ആലിസേച്ചിനെ കുറിച്ച് പറയുന്നത്. അതും ഒരു വഴിയാണ്. പ്രിയ സഹോദരങ്ങളെ,
ഞാൻ പറയുന്നത് വ്യക്തതയോടുകൂടി നിങ്ങൾ കേൾക്കണം. ഈ പരിഹാര പ്രാർത്ഥന ഇത് എളിമയുടെ പ്രാർത്ഥനയാണ്. അത് വിചാരിച്ച് ആലസ്യേച്ചി കണ്ടോ, ആലസ്യേച്ചി പിതാവ് പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവ് വേണ്ടാന്ന് പറഞ്ഞു. അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ദയവ് ചെയ്ത് ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയരുത്. ഉത്തിരിയിപ്പ് കടമുണ്ടാകും. പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായി കേട്ടിട്ട് അവസാന കാലത്തേക്ക് വേണ്ടി മനുഷ്യർ ഒരുങ്ങണം. ഞാൻ പറഞ്ഞത് എനിക്കൊരു പ്രാർത്ഥനാ കാർഡ് കിട്ടി. ഈ പ്രാർത്ഥനയിലുള്ളത് എളിമയുടെ, മാപ്പ് പറയുന്നതിൻ്റെ, പരിഹാരത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ഈ അന്ത്യകാലത്ത് ചെല്ലണമെന്ന് ഈശോ എന്നോട് പറഞ്ഞത് തന്നെയാണ്. അതല്ലാതെ മറ്റെല്ലാ പ്രാർത്ഥനകളും പൊട്ടയാണെന്ന് പറഞ്ഞു, ഈ പ്രാർത്ഥനയാണ് നല്ലതെന്ന് പറഞ്ഞു എന്ന് ദുർവ്യാഖ്യാനം ആരും നടത്താതിരുന്നാൽ നല്ലത്. നമ്മെ കാണുന്ന ദൈവം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ വാക്കുകൾക്കും നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. ഓരോ വാക്കിനും, വൃഥാ പറയുന്ന വാക്കുകൾക്ക് കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ പാപങ്ങൾ കിടപ്പുണ്ട്. ആ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് അവസാന കാലത്തേക്ക് നമ്മെ ഒരുക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. ദൈവത്തോട് കൂടെ ആയിരിക്കുക. അതിനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാനും ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഒരുപാട് പാപങ്ങൾ നമ്മുടെ മേലുണ്ട്. വാ തുറന്നാൽ ഒരു മിനിറ്റിനുള്ളിൽ എത്ര പ്രാവശ്യം പാപം ചെയ്യും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട്. പ്രിയ സഹോദരങ്ങളെ, ഇത് ഇന്ന് പരിചയപ്പെടുത്തുകയാണ് പരിഹാര പ്രാർത്ഥന. ഒരിക്കൽ ഞാനിത് ഇട്ടിട്ടുണ്ട്. ഈ പ്രാർത്ഥന കൊണ്ട് വലിയ അത്ഭുതങ്ങൾ നടന്നതായിട്ട് എനിക്ക് ആളുകൾ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ഒന്ന് വായിച്ചു തരാം. ഇത് ടെക്സ്റ്റാക്കി നിങ്ങൾക്ക് എടുത്ത് അച്ചടിച്ച് കൊടുത്താൽ നല്ലതാണ്. കാരണം മനുഷ്യർ മാപ്പ് പറയട്ടെ. ഈ പ്രാർത്ഥന ഇങ്ങനെയാണ്. പരിഹാര പ്രാർത്ഥന. കർത്താവായ ഈശോയെ, നാളിതുവരെയും പലവിധത്തിലും തലത്തിലും രോഗബാധിതരായ എൻ്റെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും പൂർവികരെയും എന്നെയും അങ്ങേക്ക് സമർപ്പിച്ച് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാത്തതിനെക്കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു. രക്ഷകനായ ഈശോയെ, എൻ്റെ വംശത്തിൻ്റെ മുഴുവനും പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും പ്രതിനിധിയായി നിന്നുകൊണ്ട് ഞാനിപ്പോൾ അങ്ങേക്ക് അർപ്പിക്കുന്ന എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെയും അവരെയും അനുഗ്രഹിക്കണമേ. എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും തകർക്കും വിധം എന്നിലും എൻ്റെ കുടുംബാംഗങ്ങളിലും തലമുറകളിലും ഇതുവരെ സംഭവിച്ചിട്ടുള്ള എല്ലാ ജഡിക പാപങ്ങളെ പ്രതിയും പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുള്ള വിഗ്രഹാരാധന, അന്ധവിശ്വാസം, കൊലപാതകം, ഭ്രൂണഹത്യ, ആത്മഹത്യ, കലഹങ്ങൾ, ഇന്നും നിലനിൽക്കുന്ന വൈരാഗ്യങ്ങൾ, അമിത ധനസമ്പാദനം, പ്രകൃതി വിരുദ്ധ പാപങ്ങൾ, പലതരം അനീതികൾ, അഹങ്കാരം, ലൈംഗിക പാപങ്ങൾ, ഇവ എല്ലാറ്റിനും പ്രതി ഞാൻ മാപ്പ് ചോദിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും തലമുറകളുടെയും മേൽ കരുണയായിരിക്കണമേ. ഞാനോ എൻ്റെ കുടുംബാംഗങ്ങളോ പൂർവീകരോ തലമുറകളോ അങ്ങയെ നിഷേധിച്ചും ധിക്കരിച്ചും ഉപേക്ഷിച്ചും അന്യദൈവങ്ങളിലേക്കും ആരാധനകളിലേക്കും നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും വേണ്ടി മനസ്താപത്തോടെ മാപ്പപേക്ഷിക്കുന്നു. കർത്താവെ, എന്നിൽ കനിയണമേ. ഞങ്ങളെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകണമേ. സകല തലമുറകളുടെയും രാജ്ഞിയായ പരിശുദ്ധ അമ്മേ, എൻ്റെ തലമുറയിൽ വന്നിരിക്കുന്ന എല്ലാ മക്കളുടെയും ബന്ധനമഴിക്കുവാൻ അമ്മ തമ്പുരാനോട് പറയണമേ, പ്രാർത്ഥിക്കണം. ഇതാണ് പരിഹാര പ്രാർത്ഥന. ഈ പ്രാർത്ഥന വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഞാനത് പിന്നീട് പറയാം. ഇന്ന് കുറച്ചധികം സമയം ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നതുകൊണ്ട് സമയമെടുക്കും. നിങ്ങളിത് എഴുതി വയ്ക്കണം. നമ്മൾ ഇന്ന് പുസ്തകം എടുത്തിട്ട് പറയണം, എഴുതി വയ്ക്കണം. ആദ്യത്തെ ഒരുക്കം പരിശുദ്ധ കുർബാന യോഗ്യതയോടെ. സ്നേഹം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. പരസ്പരം സ്നേഹിക്കാൻ കഴിയാതെ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഒരുങ്ങലില്ല. സ്നേഹമുള്ള ഹൃദയങ്ങളാണ് എളിമ വരുള്ളൂ. അതായത് നമ്മൾ ദൈവത്തോട് തെറ്റ് ചെയ്തു എന്നൊരു ബോധ്യം വരണ്ടേ, എന്നാലല്ലേ മാപ്പപേക്ഷിക്കുള്ളൂ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഞാനല്ലേ ശരി, മാപ്പ് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെയാണ് സാത്താൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അന്ത്യകാലത്തേക്കുള്ള ആദ്യത്തെ ഒരുക്കം പരിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കണം.
സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വേണം. പരസ്പരം സ്നേഹിക്കാൻ പഠിക്കണം ആദ്യമേ തന്നെ. രണ്ടാമത് നമ്മൾ മാപ്പപേക്ഷിക്കണം. നമ്മുടെ ഓരോ ഒരുക്കങ്ങളും ഓരോ പ്രാർത്ഥനകളും ഈ നിയോഗത്തോടു കൂടി ആയിരിക്കണം. ദൈവത്തോട് മനുഷ്യൻ എതിർപ്പ് കാണിക്കുന്നു, ദൈവത്തെ മനുഷ്യൻ നിന്ദിക്കുന്നു. അതുകൊണ്ട് ലോകത്തിൻ്റെയും നമ്മുടെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നമ്മുടെ അനുദിന ജീവിതത്തിലെ കുരിശുകൾ ഈശോയുടെ അതിവിശുദ്ധമായ സഹനത്തോട് ചേർത്ത് കാഴ്ചവെക്കാൻ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. ഈ 3 കാര്യങ്ങളും നിങ്ങൾ ഇന്ന് മനസ്സിലോർത്ത് വയ്ക്കണേ. ഈ പരിഹാര പ്രാർത്ഥന ചൊല്ലി തന്നിട്ടുണ്ട്. ഏത് വിധേനയെങ്കിലും അത് ഇതുപോലൊരു കാർഡാക്കിയിട്ട് നിങ്ങളുടെ മറ്റുള്ളവർക്ക് കൊടുക്കുക. ഈ ബോധ്യത്തോടു കൂടി ലോകം മുഴുവൻ പരിഹാരം ചെയ്യുന്നവരാകട്ടെ. ലോകത്തെല്ലാ കോണുകളിലും ദൈവത്തോട് മാപ്പ് പറയുന്നവരുണ്ടാകട്ടെ. അപ്പോൾ തന്നെ ഈ ശിക്ഷയുടെ ശക്തി കുറയുമെന്നാണ് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. എന്നോട് പറഞ്ഞിട്ടുള്ളതല്ല, ഞാനത് വഴിയെ ഓരോരോ ദർശനങ്ങളിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ നമ്പറിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പ്രിയ കൂട്ടുകാരെ, ഇന്ന് 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എഴുതി വയ്ക്കണേ. ഈ വീഡിയോ വന്നതിന് ശേഷം ഇതെവിടെ നിന്നാണ് കിട്ടുക ചേച്ചി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞങ്ങളിത് അച്ചടിച്ചു, ഈ പ്രാർത്ഥന അച്ചടിച്ച് കുറേ പേര് കൊടുക്കുന്നുണ്ട്. ഞാനും അത് കൊടുക്കാൻ ശ്രമിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അവസാന കാലാവുമ്പോഴേക്കും മനുഷ്യരുടെ മനസ്സിൽ അഹങ്കാരം മാറ്റി നമ്മൾ പാപികളാണെന്നുള്ള ബോധ്യം വരുത്തണം. മാപ്പ് ചോദിക്കട്ടെ ദൈവത്തോട്. ഒരു മാപ്പ് ചോദിക്ക് ദൈവത്തോട്. ദൈവമേ, തെറ്റിപ്പോയി, എനിക്ക് തെറ്റിയിട്ടില്ല എന്നുള്ള ബോധ്യമാണ് ഏറ്റവും വലിയ ശാപം. അത് സാത്താൻ്റെ അവതാരമായിരിക്കും. എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്നുള്ള ബോധ്യം ആർക്കാണോ ഉള്ളത് അവിടെ സാത്താനാണ് പ്രവർത്തിക്കുക. അഹങ്കാരമാണ് സാത്താൻ്റെ ആയുധം, നിരാശയും. ഈ സാത്താൻ ഒറ്റ ഇതുള്ളൂ, ദൈവത്തെ എതിർക്കണം. ദൈവത്തെ എതിർക്കണം. മനുഷ്യരെ കൊണ്ട് തന്നെ ദൈവത്തെ നിന്ദിപ്പിക്കണം. അതാണ് അവൻ്റെ ഉദ്ദേശം. അതിന് ഏറ്റവും നല്ല മാർഗം അവൻ കണ്ടുപിടിച്ചിട്ടത് സ്നേഹമില്ല, അഹങ്കാരം നിറയ്ക്കുക. കഴിഞ്ഞു. അതുകൊണ്ട് ഈ പരിഹാര പ്രാർത്ഥന ഏറ്റവും വലിയ ഒരുക്കം. പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഇത് എപ്പോഴും എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ വാക്കുകൾ വളച്ചൊടിച്ച് അങ്ങനെയാണ് പറഞ്ഞ് ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് വരുത്തി തീർക്കരുത്. പരിശുദ്ധ കുർബാനയാണ് ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ഒരുക്കം. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ഇത് എപ്പോഴും ഞാൻ പറയണമെന്നില്ല. ഇനി വേറൊരു ഒരുക്കം നല്ലതാണെന്ന് പറയുമ്പോൾ ആലസ്യച്ചി പറഞ്ഞു കുർബാനയല്ല ഇതാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു വരുന്നതെങ്കിൽ അതിന് കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടത്. അതുകൊണ്ട് പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ നമ്മൾ മാപ്പ് പറയണം, അഹങ്കാരത്തിൽ നിറങ്ങണം. ലോകം ദൈവത്തിനെതിരെ തെറ്റ് ചെയ്യുന്നു, ആ ഒരു ബോധ്യം വേണം. ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ശാപം. ആരുടെ മുഖത്ത് നോക്കിയാലും അവരൊന്നും തെറ്റ് ചെയ്തിട്ടില്ല, അതാണ് ശാപം. നമുക്ക് മാപ്പ് പറയാം സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടാം. ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്ത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് തന്നെയാണ് അമ്മ എല്ലാ പ്രത്യക്ഷീകരണങ്ങളും പറഞ്ഞിട്ടുള്ളത്. മാനസാന്തരപ്പെടുവിൻ, പ്രായശ്ചിത്തം ചെയ്യുവിൻ, പരിഹാരം. ഇതാണ് ഒരുക്കം, ഇതാണ് അന്ത്യകാല ഒരുക്കം. അതല്ലാതെ വേറെ പ്ലാൻ പ്രോജക്റ്റൊന്നും വേണ്ട. ഇത് തന്നെ ഒരുക്കം. അവരവർ എളിമപ്പെടുക, അവരവർ മാപ്പ് പറയുക, മറ്റുള്ളവരെ എളിമപ്പെടുത്താൻ ശ്രമിക്കുക. മറ്റുള്ളവരോട് പറയുക നിങ്ങൾ തെറ്റുകാരാണ്, നിങ്ങൾ മഞ്ഞക്കണ്ണട വെച്ചിരിക്കുകയല്ലേ, മാപ്പ് പറയും ദൈവത്തിൻ്റെ മുമ്പിൽ. ദൈവത്തോട് രമ്യതപ്പെട്, എളിമപ്പെട്. ഇത് നമ്മൾ ഈ ബോധ്യം കൊടുക്കണം. ഇതാണ് അന്ത്യകാല ഒരുക്കം. ഇന്ന് പറഞ്ഞ 3 കാര്യങ്ങളും നിങ്ങൾ എഴുതി വയ്ക്കണം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പുസ്തകം കൂടെ ഇന്ന് പറയാം. 2 പുസ്തകങ്ങൾ. ഈ മാതാവിൻ്റെ എല്ലാ പ്രവചനങ്ങളും ഒരു പുസ്തകം, വാഗ്ദാന പേടകം എന്ന് പറയുന്നൊരു പുസ്തകം ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. നിങ്ങളെ കൂടുതലായിട്ട് എന്നോട് ചോദിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഞാൻ പറഞ്ഞത് ഇതെനിക്ക് യാദൃഷ്ടികമായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയതാണ്. ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന പേര് ഫാദർ ഷാജൻ തേർമഠം. അപ്പോൾ ഫാദർ ഷാജൻ തേർമഠച്ചനായിരിക്കും ഈ വാഗ്ദാന പേടകം എന്ന പുസ്തകം അങ്ങനെയാണല്ലോ, ഫാദർ ഷാജൻ തേർമഠം എന്നാണ് ഇത് കാണുന്നത്. ഇനി ഇത് എവിടെ കിട്ടും, എങ്ങനെ കിട്ടും എനിക്കറിയില്ല. നിങ്ങൾ തൃശ്ശൂരോ എറണാകുളത്ത് നിങ്ങൾ എവിടെയാണ് ആയിരിക്കുന്നത് നിങ്ങൾ അന്വേഷിക്കുക. അപ്പോൾ അവിടെ കിട്ടുമായിരിക്കും, അത്രേ എനിക്കറിയുള്ളൂ.
എന്തായാലും ഈ പുസ്തകം വളരെ നല്ല പുസ്തകമാണ്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ വളരെ വിപുലമായി പറയാതെ കുറച്ച് പറഞ്ഞ് നമുക്ക് നല്ല ബോധ്യം തരുന്നൊരു പുസ്തകമാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരാഴ്ച മുമ്പ്. അതുകൊണ്ട് ഈ പുസ്തകത്തിനെ കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല. ഇതെൻ്റെ കയ്യിൽ വന്നു, ഞാൻ വായിച്ചപ്പോൾ ഇത് പറയണമെന്ന് ഈശോ പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഫാദർ ഷാജൻ തേർമടച്ചൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. അച്ഛൻ എവിടെയാണ്, ഈ പുസ്തകം ഇനിയിപ്പോൾ ഉണ്ടോ ഇല്ലയോ, ഇതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ഈ പുസ്തകം എടുത്ത് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കിട്ടാൻ സാധ്യതകളുണ്ടെങ്കിൽ അതാത് ബുക്ക് സ്റ്റോറുകളിൽ ചോദിച്ച് നോക്ക്, അപ്പോൾ കിട്ടും. അല്ലാതെ എൻ്റെ ചോദിച്ച യാതൊരു രക്ഷയില്ല. ഒന്നാമത്തേൽ എനിക്ക് ആരോഗ്യമില്ല. ഞാൻ ഈ അറിഞ്ഞ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളെയൊന്ന് അറിയിക്കുക, ഇത്രയേ ഉള്ളൂ. ഈ പുസ്തകങ്ങളൊക്കെ വാങ്ങി വെച്ചാൽ അന്ത്യകാലത്തേക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. കാരണം ഇതിലത്തെ എല്ലാതും നമുക്ക് എഴുതിയെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ അമ്മ എന്താ പറഞ്ഞേക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് വന്ന് എടുത്തു നോക്കാം. ഇങ്ങനെ പറഞ്ഞിട്ടില്ല, അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഓരോ പ്രാർത്ഥനകൾ അതിലുണ്ട്. അതിനാണ് ഈ പുസ്തകം വാങ്ങാൻ പറയുന്നത്. പുസ്തകം കിട്ടുമെങ്കിൽ വാങ്ങി വെക്കുന്നത് നല്ലതാണ്. ഇനി രണ്ടാമതൊരു പുസ്തകത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയും. ഈ അവസാന കാലത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂർ കൊണ്ടുപോകേണ്ടത്, ഈശോയുടെ പാഠപീഠകളെക്കുറിച്ച് ധ്യാനിച്ചിട്ടായിരിക്കണം നമ്മുടെ ഓരോ മണിക്കൂറും കടന്നു പോകേണ്ടത്. ഈശോയുടെ പാഠപീഠകൾ ഓർത്ത് അത് ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് പിതാവിനെ സമർപ്പിക്കുക. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ പുലർച്ചെ 4 മണി സമയത്ത് ഈശോ എന്താ ചെയ്തിരുന്നത്, 5 മണിക്ക് എന്താ ചെയ്തിരുന്നത്, അങ്ങനെ ഒരു പുസ്തകമുണ്ട്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇതിൽ നിന്ന് മറന്നോ എന്ന് എനിക്കറിയില്ല. 24 മണിക്കൂർ പീഡ അനുഭവിക്കുന്ന ഈശോയോടൊത്ത് 24 മണിക്കൂർ പീഡ അനുഭവിക്കുന്ന ഈശോയോടൊത്ത് ദൈവദാസി ലൂയിസ പിക്കറേത്തയ്ക്ക് ഈശോനാഥൻ വെളിപ്പെടുത്തി കൊടുത്ത പീഡാനുഭവ ധ്യാനം. ഈ അവസാന കാലഘട്ടത്ത് ഈ പീഡാനുഭവ ധ്യാനം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈശോ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സഹിച്ച പാടുപീടുകൾ ഓരോ മണിക്കൂറും, ഒരു ദിവസത്തെ 24 മണിക്കൂറും ലൂയിസയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ധ്യാനിച്ചാൽ അനേകം ആത്മാക്കളെ രക്ഷപ്പെടും, അനേകം ശിക്ഷകളിൽ നിന്ന് വിടുതൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം 2 പുസ്തകങ്ങൾ ഇപ്പം ഞാൻ പരിചയപ്പെടുത്തിയത്. ഈ പുസ്തകവും എവിടെ കിട്ടും എന്നെനിക്കറിയില്ല. ഇത് എനിക്കൊരു മകൻ സമ്മാനം തന്നതാണ്. അപ്പം നിങ്ങൾ ഇത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഇതിൽ, ദിസ് ബുക്ക് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഏഞ്ചൽ ബുക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏഞ്ചൽ ബുക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഫോൺ നമ്പർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, 9495609222. നിങ്ങളപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അത് പോസ് ചെയ്ത് നിങ്ങൾ ആ നമ്പർ എഴുതിയെടുത്ത് വാങ്ങി വെച്ച് നോക്ക്, കിട്ടുമെന്ന് നോക്ക്. ഇങ്ങനെയാണ് പേര്, 24 മണിക്കൂർ പീഡ അനുഭവിക്കുന്ന ഈശോയോടൊത്ത്. ലൂയിസ പിക്കറേത്ത, ദേവദാസി ലൂയിസ പിക്കറേത്ത. വളരെ നല്ല പുസ്തകമാണിത്. ഈ ലൂയിസ പിക്കറേത്തയുടെ ജീവിതം നമ്മൾ നോക്കിയാൽ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ദിവസത്തെ ധ്യാനം കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഞാൻ 2 പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി. ഫാദർ ഷാജൻ തേർമടച്ചൻ എഴുതിയത്, ഫാദർ ഷാജൻ തേർമടം എന്നാണ് ഞാനതിൽ കാണുന്നത്. ഇനിയിപ്പോൾ എനിക്കറിയില്ല ഇതെന്താണ്, ഇങ്ങനെയാണ് കാണുന്നത്. കാരണം ഇനിയിപ്പോൾ വേറെ കമൻറ്റ് വരും, ഷാജനച്ചനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി കമൻറ്റ് വരുമെന്ന് അറിയില്ല. എനിക്ക് ഇത്രയേ അറിയുള്ളൂ. ഫാദർ ഷാജൻ തേർമടം അച്ഛൻ എഴുതിയ പുസ്തകമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാഗ്ദാന പേടകം, ഈ ഒരു പുസ്തകം വാങ്ങി വെച്ചാൽ നല്ലതാണ്. ലൂയിസ പിക്കറേത്തയുടെ ഈ പുസ്തകവും 24 മണിക്കൂർ പീഡ അനുഭവിക്കുന്ന ഈശോയോടൊത്ത്. ഈ 2 പുസ്തകമാണ് ഇന്ന് പരിചയപ്പെടുത്തിയത്. അതുപോലെ പരിഹാര പ്രാർത്ഥന. ഈ കാലഘട്ടത്തിൽ മാപ്പ് പറയണ മനുഷ്യരെ എളിമപ്പെട്ട് കർത്താവിന് മുമ്പിലേക്ക്, പിതാവിന് മുമ്പിലേക്ക് വരണം. അതാണ് നമ്മുടെ ആവശ്യം, അതാണ് അന്ത്യകാല ഒരുക്കം. അപ്പോൾ ഈ പറഞ്ഞതുകൊണ്ട് ആലിസ് ചേച്ചി കുർബാന വേണ്ടാന്ന് പറഞ്ഞു, അച്ഛന്മാരുടെ പ്രബോധനം വേണ്ടാന്ന് പറഞ്ഞു, ഈ പരിഹാര പ്രാർത്ഥന മാത്രം ചെല്ലിയാൽ മതി എന്ന് പറഞ്ഞു. അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. ആലിസ് ചേച്ചി അതൊന്നും നിഷേധിച്ചിട്ടില്ല. എല്ലാം സഭ പറയുന്നത് പോലെ തന്നെ പോട്ടെ, അതാണ് ശരി. ഇത് നമുക്ക് നമ്മുടെ ധ്യാനത്തിന് പറ്റിയ പ്രാർത്ഥനകളും പറ്റിയ ധ്യാനങ്ങളുമാണ്.
അപ്പം അതുകൊണ്ട് ഇന്ന് ഇതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽസ് പറയുന്നില്ല. അന്ത്യകാല ഒരുക്കം, അതാണ് ഇപ്പം നമ്മുടെ വിഷയം. മനുഷ്യ എളിമപ്പെടട്ടെ, മനുഷ്യർ അഹങ്കാരത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ തെറ്റുകാരാണ് ദൈവമേ എന്നൊരു ബോധ്യം വരട്ടെ. അപ്പോൾ അടുത്ത കാര്യം, ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഓരോരോ ദിവസത്തെ പ്രത്യേകത അനുസരിച്ച് പ്രാർത്ഥനകളിടും. ഈ പ്രാർത്ഥനകളൊക്കെ അന്ത്യകാല ഒരുക്കാണ്, അതായത് മാപ്പ് പറഞ്ഞുള്ള പ്രാർത്ഥനകളാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എഴുതി വയ്ക്കുക. ഈ പുസ്തകങ്ങൾ നിങ്ങൾ എഴുതിയെടുത്ത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ വാങ്ങി വയ്ക്കുക. പ്രിയ സഹോദരങ്ങളെ, ചേച്ചിക്ക് ആകെ ഒരു ഉദ്ദേശമുള്ളൂ, അവസാന കാലത്തെ ശിക്ഷ നീങ്ങിപ്പോകട്ടെ. ഒരു ആത്മാവ് പോലും നഷ്ടപ്പെടാതെ പിതാവിലേക്ക് തിരിച്ചു കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മാപ്പ് പറയാം. മാപ്പാക്കണേ, കരുണ കാണിക്കണമേ, നമ്മുടെ ജീവിതം നല്ലതാക്കാം, മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാം. ഞാനൊരു ശരിയാണ് എന്ന ബോധ്യം വെട്ടിക്കളയാം. ഞാനൊരു ശരിയല്ല, ഞാനൊരു ശരിയാകണം. അതാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ സഹനങ്ങളും വേദനകളും എല്ലാം ലോകത്തിൻ്റെയും നമ്മുടെയും പാപത്തിന് പരിഹാരമായും സമർപ്പിത മക്കൾക്ക് വേണ്ടിയും ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടിയും കാഴ്ചവെക്കും. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.